കോട്ടയം അതിരമ്പുഴ പ്രദേശത്തു നിന്നോ ഏറ്റുമാനൂർ പ്രദേശത്തു നിന്നോ കല്ലമ്പാറ റോഡിലൂടെ യാത്ര ചെയ്താൽ 2 കിലോമീറ്ററിനപ്പുറം നമുക്കൊരു ദേവാലയം കാണാം. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏക മത്തായി ശ്ലീഹായുടെ നാമധേയത്തിലുള്ള ദേവാലയം. കേരളത്തിലെ ഏറ്റവും അധികം വിശുദ്ധ യൂദാ ശ്ലീഹായുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചൊരിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കോട്ടയ്ക്കപ്പുറം സെന്റ് മാത്യൂസ് ചർച്ച്. ദേശവും വിശ്വാസവും എന്ന ഈ തുടർ പരമ്പരയിലൂടെ ഇന്ന് കോട്ടയ്ക്കപ്പുറം ഇടവക ദേവാലയത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. സോണി തെക്കുമറി അച്ഛൻ, കോട്ടയ്ക്കപ്പുറം സെൻറ്റ് മാത്യൂസ് ഇടവകയിലെ ഇപ്പോഴത്തെ വികാരിയാണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 2 വർഷം പൂർത്തിയാവുകയാണ്. വലിയ സന്തോഷമാണ്. കാരണം നല്ല ഒരിടവക സമൂഹത്തോടൊപ്പം ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നു എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ വലിയ ഒരു ഭാഗ്യവും ആനന്ദവുമാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഇടവക്കാരെ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരിടവകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അതിരമ്പുഴ ഫൊറോനയിലെ ഏകദേശം 750-ഓളം വീടുകളുള്ള ഒരിടവകയാണ് കോട്ടയ്ക്കുപുറം സെൻറ്റ് മാത്യൂസ് ഇടവക. പണ്ടിവിടെ ഈ നാട്ടുരാജാക്കന്മാരൊക്കെ കോട്ടയം ഭരിച്ചിരുന്ന കാലത്ത് അവരുടെ അതിർത്തി കഴിഞ്ഞ് ഉള്ള ഒരു സ്ഥലമായിരുന്നു ഈ കോട്ടയ്ക്കപ്പുറം. അങ്ങനെയാണ് കോട്ടയ്ക്ക് അപ്പുറം, രാജാക്കന്മാരുടെ മതിലിനപ്പുറം, അങ്ങനെയാണ് രാജാക്കന്മാരുടെ കോട്ടയ്ക്കപ്പുറം, അങ്ങനെയാണ് കോട്ടയ്ക്കപ്പുറം എന്ന ഒരു പേര് ഈ സ്ഥലത്തിനുണ്ടായത്. പാവപ്പെട്ട കുറേ മനുഷ്യർ കൃഷി ഉപജീവനമായി കണ്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. ആ ദാരിദ്ര്യത്തിൻ്റെ ഫലമാണല്ലോ വലിയ വിശ്വാസം എന്ന് പറയുന്നത്. ദാരിദ്ര്യം ഉള്ളിടത്തേ വലിയ വിശ്വാസം ഉണ്ടാവുള്ളൂ. സമ്പത്തുള്ളിടത്ത് നമുക്ക് അധികം വിശ്വാസം കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നും ഈ തലമുറ നല്ല വിശ്വാസമുള്ള ഒരു തലമുറയാണ്. അതുകൊണ്ട് അച്ഛന്മാരായ ഞങ്ങൾക്കും വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ ഈ ഇടവകയിൽ ഏകദേശം 760-770ഓളം കുടുംബങ്ങളുണ്ട്. അന്ന് വളരെ ചെറിയൊരു ഇടവകയായിട്ട് തുടങ്ങിയതാണ്. 1956 അന്ന് അതിരമ്പുഴ ഫൊറോനയിലെ വികാരി ബഹുമാനപ്പെട്ട ചിറ്റൂരച്ഛനാണ്. ചിറ്റൂരച്ഛൻ്റെ ഒരു അസിസ്റ്റൻ്റായിരുന്നു മാത്യു കരുവേലിലച്ഛൻ. അച്ഛൻ ഈ നാട്ടുകാരനാണ്. അച്ഛൻ്റെ സ്ഥലത്താണ് സത്യത്തിൽ ഈ പള്ളി ഇരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു വലിയ താല്പര്യമായിരുന്നു ഇവിടെ ഒരു പള്ളി ഉണ്ടാവണം, ഒരു സഭയും സമൂഹം ഉണ്ടാകണം എന്നുള്ളത് മാത്യു അച്ഛൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തെ കൂടുതൽ പിന്താങ്ങിയത് ചിറ്റൂരച്ഛനാണ്. ഇവർ 2 പേരുടെ അഭിപ്രായം ശരിയാണെന്ന് പറഞ്ഞത് അഭിമന്യ കാവുകാട്ട് തിരുമേനിയാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടിയാണ് സത്യത്തിൽ ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് രൂപം കൊടുക്കുന്നത്. അതിനുശേഷം 56 അവരാരംഭിച്ചു. ചെറിയൊരു ചാപ്പലോടുകൂടി ആരംഭിച്ചു. പിന്നെ ഒരു പള്ളി പണിതു. അവസാനം 65 ശരിക്കും ഒരു ഇടവക സമൂഹമായിട്ട് രൂപപ്പെടുന്നതും ഒരു പള്ളി പണിയുന്നതും. അങ്ങനെ സ്വതന്ത്ര ഇടവകയായി. 60 പള്ളിയൊക്കെ പണിതു, എന്നാലും സ്വതന്ത്ര ഇടവകയായില്ല. കാരണം സിമിത്തേരി വേണമായിരുന്നു. 60 കഴിഞ്ഞ് വീണ്ടും 63 ആയപ്പോഴത്തേക്കാണ് പള്ളിക്കൊരു സിമിത്തേരിയായി. അപ്പോൾ 65 ആയപ്പോഴത്തേക്ക് ഇതൊരു സ്വതന്ത്ര ഇടവകയായിട്ട് കാവുകാട്ട് തിരുമേനി പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വർഷം ഞങ്ങൾക്ക് വജ്ര ജൂബിലി വർഷമാണ്. 60 വർഷമാകുന്നു ഇവിടെ ഒരു സമൂഹം ഉണ്ടായിട്ടും ആ സമൂഹം ഇങ്ങനെ പൂവിടരുന്ന പോലെ വളരുന്നതും ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് ഇത് കാണാനും അനുഭവിക്കാനും കഴിയുന്നുണ്ട്. ഇവിടെ ഇരുന്ന വൈദികരെല്ലാം തന്നെ ഒരുപാട് ഈ ഇടവകയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജേക്കബ് കൊളംകുത്തി അച്ഛൻ്റെ സമയത്താണ് പുതിയൊരു പള്ളി പണിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി.
അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അച്ഛൻ വളരെ ധൈര്യപൂർവ്വം പള്ളി അങ്ങ് പൊളിച്ചിട്ടു. അച്ഛനാണെങ്കിൽ ഷുഗറൊക്കെ ബാധിച്ച് കാലെല്ലാം മുറിച്ച് ഇരിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു ഭയങ്കര ശക്തിയായിരുന്നു. അദ്ദേഹം കാലം ചെയ്ത് കടന്നു പോയപ്പോഴാണ് ബഹുമാനപ്പെട്ട വൈക്കത്തുകാരൻ അച്ഛന് ഇവിടെ വരികയും അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അമേരിക്കയിലും മറ്റുമൊക്കെ പോയി പലരോടും കൈനീട്ടി തെണ്ടിയൊക്കെയാണ് മനോഹരമായ സുന്ദരമായ നമ്മുടെ ഈ പൗരസ്ത്യ കൾച്ചറെല്ലാം ഉള്ള സുന്ദരമായൊരു പള്ളി ഇവിടെ രൂപപ്പെടുത്തി. 2002 ഈ പുതിയ പള്ളി വെഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരു നല്ല ഒരു സമൂഹമായിട്ട് ഇവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലും ഒക്കെ വന്ന അച്ഛന്മാരെല്ലാം ഈ ഇടവകയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇത്രയും കുടുംബങ്ങളുണ്ട്. വളരെ സജീവമായ ഒരു ഇടവക സമൂഹമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇതോടുകൂടി 2 കുരിശുപള്ളികൾ, ഒന്ന് ബഹുമാനപ്പെട്ട മാത്യു കരിവേലച്ചൻ അവസാന നാളുകൾ താമസിച്ച വിശുദ്ധ യൂദാസ്ലീഹായുടെ കുരിശടി. ഒരുപക്ഷെ ദക്ഷിണേഷ്യയിൽ, ഇന്ത്യയിൽ വിശുദ്ധ യൂദാസ്ലീഹായുടെ ഭക്തി പ്രചരിപ്പിച്ച ഒരുപക്ഷെ ഏക വ്യക്തി ബഹുമാനപ്പെട്ട മാത്യു കരിവേലച്ചനാണ്. അച്ഛൻ ഒരു ഷ്രൈൻ, ഒരു ചാപ്പൽ തുടങ്ങി. അത് അച്ഛൻ്റെ സമയത്ത് 10,000 കണക്കിന് മനുഷ്യർ ഈ ചാപ്പലിൽ വരുമായിരുന്നു. വിശുദ്ധ യൂദാസ്ലീഹായുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് ഞാനും ഓർക്കുന്നുണ്ട്. ഞാൻ വൈദ്യനാകുന്നതിന് മുൻപും വൈദ്യനായതിനു ശേഷവും ഞാൻ അച്ഛനെ വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും അത് തുടരുകയാണ്. ഞങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വിശുദ്ധ യൂദാസ്ലീഹായുടെ ഷ്രൈനിൽ അല്ലെങ്കിൽ ചാപ്പലിൽ വിശുദ്ധ കുർബാനയുണ്ട്. ആദ്യ വെള്ളിയാഴ്ച അഖണ്ഡ ജപമാലയുണ്ട്. അഖണ്ഡ ജപമാല എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ജപമാല പ്രാർത്ഥനയാണ്. അപ്പം ഒരുപാട് പേര് വരികയും ആ ജപമാലയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നു. നേർച്ച കഞ്ഞിയുണ്ട്. വിശുദ്ധ യൂദാസ്ലീഹയുടെ തിരുനാൾ വളരെ ആഡംബരപൂർവ്വം നടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് ഇന്ത്യയിലെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും വിശുദ്ധ യൂദാസ്ലീഹായുടെ തിരുശേഷിപ്പ് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ തന്നെ കൊടുത്തതാണ്. അങ്ങനെയാണ് പാലായിലും കിഴക്കേ മിത്രക്കരയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ വിശുദ്ധ യൂദാസ്ലീഹായുടെ തിരുശേഷിപ്പ് എത്തിയത് മാത്യു അച്ഛൻ നൽകിയതാണ്. ഈ ഇടവകയുടെ മധ്യസ്ഥൻ മത്തായി സ്ലീഹയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സത്യത്തിൽ ഒരൊറ്റ പള്ളിയേ ഉള്ളൂ മത്തായി സ്ലീഹായുടെ നാമത്തിൽ. അത് ഈ സെൻറ്റ് മാത്യൂസ് ചർച്ച് കോട്ടയ്ക്കപ്പുറമാണ്. മത്തായി സ്ലീഹയുടെ തിരുനാൾ ഇവിടെ വലിയ ആഘോഷമാണ്. മത്തായി സ്ലീഹ വലിയ ഒരു മധ്യസ്ഥനാണ്. എല്ലാ ആഴ്ചയിലും മത്തായി സ്ലീഹയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അതുപോലെ യൂദാസ്ലീഹായുടെ പള്ളിയിൽ ഈ ചൊവ്വായും വെള്ളിയും ഒരുപാട് മനുഷ്യർ വരുന്നുണ്ട്. ഇതുകൂടാതെ വൈക്കത്തുകാരൻ അച്ഛൻ്റെ സമയത്ത് മറ്റൊരു പള്ളിയും കൂടി രൂപപ്പെട്ടു. അത് കാട്ടാത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ്. അവിടെ നമ്മുടെ ഏകദേശം ഒരു 200ഓളം കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടി സെൻറ്റ് ജോർജിൻ്റെ നാമത്തിൽ ഒരു ചാപ്പൽ തുടങ്ങുകയുണ്ടായി. അവിടെയും എല്ലാ ഞായറാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും വിശുദ്ധ കുർബാനയും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ലിറ്റർജിക്കലായിട്ട് പൗരസ്ത്യമായിട്ട് മാത്രം ലിറ്റർജിക്കൽ കാര്യങ്ങൾ നടക്കുന്ന ഒരിടവക സമൂഹമാണ്. ആൾക്കാരെല്ലാം വളരെ സന്തോഷവും സഹകരണമുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ കൂട്ടായ്മകളെല്ലാം വളരെ ശക്തമാണ്. ആഴ്ച തോറുമുള്ള മാസം തോറുമുള്ള കൂട്ടായ്മകൾ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ സന്തോഷം 2 ജൂബിലിയാണ്. ഒന്ന് ഇടവകയുടെ വജ്ര ജൂബിലി, അതുപോലെ മാർപ്പാപ്പ പ്രഖ്യാപിച്ച ക്രിസ്തു ജയന്തി 2025 മഹാജൂബിലി. ഇത് രണ്ടിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പല ക്യാമ്പുകൾ ഇവിടെ നടക്കുകയുണ്ടായി. ഐ ക്യാമ്പ്, അതുപോലെ അങ്ങനെ പല ക്യാമ്പുകൾ നടക്കുന്നു. പിന്നെ എല്ലാ മാസവും മെഡിക്കൽ കോളേജിലും അതുപോലെ നവജീവൻ തോമസ് ചേട്ടൻ്റെ നവജീവൻ ഭവനത്തിൽ ഞങ്ങൾ 600-700 ചോറുംപൊതികൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ നിമിഷങ്ങൾ കൊണ്ട് ആൾക്കാർ കൊണ്ട് തരികയാണ്. അത്രമാത്രം വളരെ സജീവമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കോട്ടയ്ക്കപ്പുറം എന്ന് പറയുന്നത്. അതുപോലെ സെൻറ്റ് ജോർജിൻ്റെ തിരുനാളാണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത്. അതിനുമ്പേ പള്ളിയോട് ചേർന്ന് കിടന്നിരുന്ന ഒരു ഇടവകയായതുകൊണ്ട് സെബസ്ത്യാനോസിൻ്റെ തിരുനാളും വളരെ ആഘോഷമാണ്. കോട്ടയ്ക്കപ്പുറത്തെക്കുറിച്ച് എപ്പോഴും ഒരു തമാശ ഉള്ളത് ഈ പള്ളി എപ്പോഴും പെരുന്നാളിൻ്റെ പള്ളിയാണെന്നുള്ളതാണ്. കാരണം എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ ഒരു പെരുന്നാൾ ഇവിടെ ഉണ്ടാവും.
അതുപോലെ 3-4 കുരിശടികൾ ഇവിടെയുണ്ട്. കല്ലമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തൊരു കുരിശടിയുണ്ട്. ഇപ്പം ഞങ്ങളൊരു കൂനാനിക്കൽ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു പുതിയ കുരിശടി പണിതു. അതിൻ്റെ വെഞ്ചരിപ്പ് ഈ ജനുവരി 10-ാം തീയതി നടക്കുകയാണ്. ആനമല എന്ന് പറയുന്ന സ്ഥലത്തൊരു മാതാവിൻ്റെ കുരിശടിയുണ്ട്. അവിടെ എല്ലാ മെയ് മാസം വണക്കമാസം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തോട്ടനാനി എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തൊരു കുരിശടിയുണ്ട്. അങ്ങനെ ഇടവകയുടെ 4 അതിരുകളിലും കുരിശ് പള്ളികളുണ്ട്. അതുകൊണ്ട് ജനം വളരെ സന്തോഷമാണ്, ജനത്തിന് വളരെ ഹാപ്പിയാണ്. ഇടവകയുടെ മറ്റ് കാര്യങ്ങൾ, മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഈ ജനം കുർബാനയുടെ മധ്യത്തിൽ അവർ പങ്കുവയ്ക്കുന്ന സ്തോത്രക്കാഴ്ച മാത്രമാണ് ഞങ്ങളുടെ വരവെന്ന് പറയുന്നത്. പക്ഷെ അവർ തുറന്ന മനസ്സോടെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും, ഞാനിവിടെ വന്നതിന് ശേഷം ഒരു കാര്യം നമുക്ക് പള്ളിക്ക് ആവശ്യമാണ് എന്ന് പള്ളി വിളിച്ചു പറഞ്ഞാൽ എന്തുമാത്രം പേരാ വരുന്നറിയോ? പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഇന്നൊരു കാര്യം ആവശ്യമുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ കുർബാന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു 10 പേര് വന്നിരിക്കും. അച്ഛാ ഞാൻ തരാം. ഇവരാരും വലിയ സമ്പന്നരൊന്നുമല്ല. ഇതാണ് ഈ സത്യത്തിൽ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. വിശ്വാസവും വേണ്ട, ആചാരങ്ങളും വേണ്ട, അനുഷ്ഠാനങ്ങളും വേണ്ട എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു ലോകത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ ഈ ഒരു പുതിയ ജൂബിലി വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജൂബിലി വർഷത്തിൻ്റെ പ്രധാനപ്പെട്ട തീം എന്താ? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും ഈ കഴിഞ്ഞ മാസം പത്രപ്രവർത്തകർ മാർപ്പാപ്പയോട് ചോദിച്ചു, പാപ്പ എന്തുകൊണ്ടാണ് ഈ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന ഒരു വിഷയം തിരഞ്ഞെടുത്തത്? മാർപ്പാപ്പ പറയുകയാണ്, ലോകം മുഴുവൻ ഇന്ന് പ്രത്യാശയില്ലാത്തൊരു കമ്മ്യൂണിറ്റിയാണ്. ഒന്നാമത് യുദ്ധങ്ങൾ പെരുകുന്നു, രോഗങ്ങൾ വർദ്ധിക്കുന്നു, കോവിഡിൻ്റെ അനന്തരഫലമായിട്ട് മനുഷ്യർക്ക് എപ്പോൾ വേണമെങ്കിലും മരിക്കാം. എന്തുമാത്രം മനുഷ്യരാണ് ഡെയിലി മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആകെപ്പാട് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു പിന്നെ തിരക്കിട്ട ലോകമാണ്, ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡാണ്, കമ്പ്യൂട്ടർ യുഗമാണ്, ഇൻ്റർനെറ്റാണ് എല്ലാവരെയും നയിക്കുന്നത്, മൊബൈൽ ഫോണാണ് എല്ലാവരുടെയും ബാലൻസ്. ഇതിൻ്റെ എല്ലാം പരിണതഫലം മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ ഒരു ഇരുട്ട് നിറഞ്ഞ ഹൃദയം, മനസ്സിൽ വെട്ടമില്ല, ആത്മീയമായൊരു വെളിച്ചമില്ല. അത് വിശ്വാസമാണ്. ആത്മീയ വെളിച്ചം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ചുറ്റും നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം മെറ്റീരിയൽസാണ്. അപ്പോൾ അങ്ങനെ ഒരു ലൗകിക വേൾഡിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അധികകാലം ജീവിക്കാൻ പറ്റില്ല. ഉള്ളിൽ വെട്ടമില്ലാത്തവന് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, ഈ നിരാശയുടെ ലോകത്ത് നമുക്ക് കൊടുക്കാവുന്നത് പ്രത്യാശയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ജൂബിലി, മാർപ്പാപ്പ പ്രഖ്യാപിച്ച ജൂബിലി വർഷത്തോട് ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ നടക്കുന്ന പാലിയേറ്റീവ് കെയറാണ്. ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം 70ഓളം രോഗികളുണ്ട് ഇവിടെ. എല്ലാ മാസവും ഞങ്ങൾ രോഗികളെ സന്ദർശിക്കുന്നുണ്ട്. ഓണത്തിന് ഓണക്കിറ്റ് കൊടുക്കും, ക്രിസ്മസിന് കേക്ക് കൊടുക്കും, അവരുടെ കാര്യങ്ങൾക്കെല്ലാം. അതുപോലെ ഇവിടെ ഒരു സൺഡേ ക്ലിനിക്ക് ഉണ്ട്. ഞായറാഴ്ച പള്ളിയിൽ വരുന്നവർക്ക് അവരുടെ പ്രഷറും ഷുഗറും ഒക്കെ നോക്കിപ്പോകാൻ സാധിക്കുന്ന ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ ഇവിടെയുണ്ട്. അങ്ങനെ കൂട്ടായ്മ തലത്തിലാണെങ്കിലും ഇടവക തലത്തിലാണെങ്കിലും സംഘടനകളിലൊക്കെ ആണെങ്കിലും വളരെ സജീവമാണ്. ഒന്നിനും ആരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഈ കഴിഞ്ഞ ഞങ്ങളുടെ സൺഡേ സ്കൂള് വലിയ ആക്റ്റീവാണ്. ഇവിടെ വന്ന പ്രൊമോട്ടേഴ്സ് പറയുമായിരുന്നു, ഇങ്ങനെയൊരു സൺഡേ സ്കൂള് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക വെച്ചാൽ. കാരണം എല്ലാ കാര്യങ്ങളും സൺഡേ സ്കൂളിൽ അടുക്കും ചിട്ടയോടും കൂടി നടത്തുന്ന നല്ലൊരു ടീം വർക്ക് ഇവിടെയുണ്ട്. ഈ ഇടവയുടെ വലിയൊരു പ്രത്യേകത, ഞങ്ങൾക്കൊരു നല്ല ടീമുണ്ട് ഇവിടെ. എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ടീമുണ്ട്, ടീമുകളും ഉണ്ട്. അവരൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കയ്യും മെയ്യും മറന്ന് ആരോഗ്യമോ സമയമോ ഒന്നും നോക്കാതെയാണ് അവരത് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതൊരു വലിയ വിശ്വാസത്തിന് വലിയൊരു സാക്ഷ്യമാണ് ഇത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്ന, ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു സമൂഹം വളർന്നു വരുന്നതിനിടയിൽ ദൈവത്തെ ഇങ്ങനെ മുറുകെ പിടിക്കുകയും ചേർത്ത് പിടിക്കുകയും സഹോദരനെ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് വലിയ സന്തോഷത്തോടെ നീങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കാണുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. അതുകൊണ്ട് വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും വിത്തൗട്ട് ഫെയ്ത്ത് യു ആർ നത്തിങ്, വിത്ത് ഫെയ്ത്ത് യു ആർ എവരിതിങ്. വിശ്വാസം ഇല്ലെങ്കിൽ നീ ഒന്നുമല്ല, വിശ്വാസം ഉണ്ടെങ്കിൽ നീ എല്ലാവാ. ആ ഒരു വലിയ ബോധ്യം നമ്മുടെ ജനത്തിന് കിട്ടണം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇരുട്ടിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഇടവകയോട് ചേർന്നിരിക്കണം. പള്ളി എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. ഒരു ഇടവകയുടെ ചങ്കെന്ന് പറഞ്ഞാൽ ഇടവക ദേവാലയമാണ്. ഇടവകയുടെ ഹൃദയമാണ് ഇടവക ദേവാലയം. ആ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് ഇടവകയുടെ മുഴുവൻ ജീവൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഇടവക ദേവാലയവും ദേവാലയത്തിന് ചുറ്റിപ്പറ്റി നടക്കുന്ന ശുശ്രൂഷകളും അവിടെയുള്ള ബലികളും ഒക്കെയാണ് ഒരു ഇടവകയെ ഇങ്ങനെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട് ഇവിടെ. ഇടവക ഒരു കുടുംബമാണ്. ആ ഇടവകയുടെ വികാരി എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ അപ്പനാണ്. ഇടവകയ്ക്കൊരു അമ്മയുണ്ട്. ആരായിരിക്കും ഇടവകയുടെ അമ്മ? ഇടവകയുടെ അമ്മ ഇടവക പള്ളിയാണ്. ഒരു കുഞ്ഞിനെ മാംസം മുക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? ആനവാതിൽ വന്നു കഴിയുമ്പോൾ ഇടവകയിലെ അപ്പൻ വരുന്നു. അമ്മയുടെ ഗർഭപാത്രമാണ് മാംസത്തൊട്ടി എന്ന് പറയുന്നത്. നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് മാമോദിസ തൊട്ടി ഇടവകയാകുന്ന സഭയാകുന്ന അമ്മയുടെ ഗർഭപാത്രമാണ്. അപ്പോൾ അത്ര വലിയ ഒരു ബന്ധം, ഒരു പുക്കിൾക്കൊടി ബന്ധമാണ് സത്യത്തിൽ നമുക്ക് ഇടവക ദേവാലയത്തോടെ ഉണ്ടാവേണ്ടത്. ഒരു വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത് എവിടെയാണ്? ഇടവക പള്ളിയിലാണ്. മാമോദിസ മുതൽ മരണം വരെ നമ്മൾ നിരന്തരം കയറി ഇറങ്ങുന്ന ഒരു ഭവനം എന്ന് പറയുന്നത് പള്ളിയാണ്. എത്ര വലിയ നിരീശ്വരവാദി ആയിക്കൊള്ളട്ടെ, പക്ഷെ അവൻ അവസാനം വന്ന് കിടക്കേണ്ട സ്ഥലം ഈ സിമിത്തേരിയാണ്. അതുകൊണ്ട് ദേവാലയം എന്ന് പറയുന്നത് അമ്മയാണ്. സെമെട്രി എന്ന് പറയുന്നത് അമ്മയുടെ മടിത്തട്ടാണ്. നമ്മുടെ പൗരസ്ത്യ ചിന്ത അനുസരിച്ച് അങ്ങനെയാണ്. നമ്മൾ ഉറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇടവകയുടെ ജീവൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഞങ്ങളുടെ പള്ളിയാണ്. പക്ഷേ ആ പള്ളിക്ക് ജീവൻ വെക്കാൻ വേണ്ടി ആ പള്ളിയെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ച് ശുശ്രൂഷ ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട് ഇവിടെ. ഒന്ന് ഞങ്ങളുടെ 2 കോൺവെൻറ്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. എന്ത് കാര്യത്തിന് വിളിച്ചാലും അവർ ഓടി വരും. എല്ലാ കാര്യങ്ങളിലും അവർ സജീവമാണ്. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കപ്പയാരിച്ചൻ റെജിസാറ്, വെളുപ്പിന് 4:30 ആകുമ്പോഴെത്തുന്ന ആ സാറ് പോകുന്നത് എപ്പോഴാണെന്ന് പോലും എനിക്കറിയില്ല. പള്ളിക്കകവും പള്ളി സങ്കീർത്തിയൊക്കെ വളരെ നീറ്റാണ്. അതിൻ്റെ കാരണം സാറിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അതുപോലെ കാലാകാലങ്ങളിൽ വരുന്ന ഞങ്ങളുടെ കൈക്കാരന്മാർ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള കൈക്കാരന്മാരെ ഒരു പള്ളിയിൽ കാണുന്നത്. ഞാൻ 31 വർഷമായി അച്ഛനായിട്ട്. എത്രയോ ഇടവകളിലൂടെ ശുശ്രൂഷ ചെയ്തു. പക്ഷെ ഇത്രയും കമ്മിറ്റഡായിട്ട് പള്ളി എന്നും പറഞ്ഞിങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈക്കാരന്മാർ മുഴുവൻ സമയവും അവരിവിടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചച്ഛന്മാരാണ്. അത് വികാരിച്ചിനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ എല്ലാം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കൊച്ചച്ഛന്മാർ. ഇപ്പോഴത്തെ കൊച്ചന്മാർ ഞങ്ങളെക്കാളൊക്കെ എത്രയോ മിടുക്കരാണ്. എല്ലാ വിധത്തിലുള്ള കഴിവും പ്രാഗൽഭ്യവും ഒക്കെ ഉള്ളവരാണ്. ഇവിടുത്തെ സംഘടനകളെല്ലാം സജീവമാണെന്ന് മാത്രമല്ല, അവർ സ്വയംപ്രാപ്തി എത്തിയവരാണ്. മിഷൻ ലീഗ്, സൺഡേ സ്കൂള്, അതുപോലെ മാതൃദിവസ പിതൃവേദി, യുവദീപ്തി, വിൻസെൻ്റ് പോൾ, ഇങ്ങനെ എല്ലാ സംഘടനകളും ഈ ഇടവകയിൽ വളരെ സജീവമാണ്. ഇങ്ങനെ സംഘടനകൾ നോക്കിയാലും മറ്റേ പള്ളിയോട് ചേർന്ന് നിൽക്കുന്നവരെ നോക്കിയാലും ഈ ഇടവ വളരെ സജീവമാണ്. ഇങ്ങനെ വലിയ പെരുമയൊന്നുമില്ല, പത്രത്തിലൊന്നും ഞങ്ങൾ ഇടാറില്ല. പക്ഷേ വളരെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് പോകുന്ന ഒരിടവക സമൂഹമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ജൂബിലി വർഷം ആയതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഒരു ജൂബിലി റോഡ്, ജൂബിലി പാർക്കിംഗ് ഏരിയ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ തരുന്ന കാശ് കൊണ്ടാണ്, അല്ല വേറെ വരുമാനമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പള്ളികളെല്ലാം പെയിൻറ്റ് ചെയ്തു, പള്ളിക്കകത്ത് ബെഞ്ചിട്ടു, സെമിട്രി ക്ലീൻ ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ 2 വർഷം കൂടെ അതിൻ്റെ 2 കോടി രൂപയുടെ കാര്യങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. ഒന്നും 1 രൂപ പോലും പുറത്തുനിന്ന് ആരും തന്നതല്ല, ഈ ജനത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അത്രമാത്രം നല്ല ഒരു വിശ്വാസ സമൂഹമാണ് ഈ ഇടവകയിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ്. ഇനി വരാൻ പോകുന്നത് ഈ സെബസ്ത്യാനോസിൻ്റെ തിരുനാളും അതുപോലെ ഈ ജൂബിലി വർഷത്തോട് ചേർന്ന് നടക്കുന്ന വലിയൊരു അത്ഭുതം, വലിയ ധ്യാനഗുരുവായ വട്ടായിലച്ഛൻ്റെ
ടീമിൻ്റെ ധ്യാനമാണ്. ഫെബ്രുവരി 9 മുതൽ 13 വരെ വട്ടായിലച്ഛനും സോജി ഓലിക്കലച്ഛനും കുടുംബ അഭിഷേകാഗ്നി, കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വരുന്ന ഒരു കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനൊരുക്കമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മിനിമം ഒരു 10,000 പേരെയെങ്കിലും കൺവെൻഷന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്തിരി ഉള്ള ഏറിയ ആയതുകൊണ്ട് അധികം പേര് വരാൻ സാധ്യതയില്ല. അങ്ങനെ വളരെ സജീവമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സന്തോഷമായിട്ടും സജീവമായിട്ടും മുൻപോട്ട് നീങ്ങുന്നു. ഞാൻ ഫാദർ ജസ്റ്റിൻ, വീട്ടുപേര് തൈക്കളം. ഞാൻ കോട്ടയ്ക്കപ്പുറം ഇടവകയിലെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേശവും വിശ്വാസവും എന്ന ജിൽമീഡിയയുടെ പരമ്പര വിവിധ മതവിശ്വാസ കാര്യാലയങ്ങളിലൂടെ കടന്ന് കോട്ടയ്ക്കപ്പുറം ഇടവകയുടെ ചരിത്രവും അതിൻ്റെ വിശ്വാസ പാരമ്പര്യങ്ങളും എല്ലാം ജനത്തിലേക്ക് എത്തിക്കുക എന്ന വലിയ ഉദ്ദേശത്തോടുകൂടെ ഇവിടെ കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കോട്ടയ്ക്കപ്പുറം ഇടവകയെപ്പറ്റിയും അതിൻ്റെ സംഘടനകളെപ്പറ്റിയും അതിൻ്റെ ശുശ്രൂഷ മേഖലകളെപ്പറ്റിയൊക്കെ സംസാരിക്കാം. ഒത്തിരിയേറെ അഭിമാനം നിറഞ്ഞ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു ഇടവകയാണ് കോട്ടയ്ക്കപ്പുറം ഇടവക. അതിരമ്പുഴ ഫൊറോനയുടെ കീഴിലുള്ള ഈ ഇടവക അതിരമ്പുഴ ഫൊറോന പള്ളിയിൽ നിന്ന് തന്നെ പിരിഞ്ഞു വന്ന പള്ളിയാണ്. അതിരമ്പുഴയാണ് ഇതിൻ്റെ തലപ്പള്ളി. ആ പള്ളിയോട് ചേർന്ന് തന്നെ ഒത്തിരിയേറെ ശുശ്രൂഷകൾ നാടിനും വിശ്വാസപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെ ഇവിടെ ആയിരിക്കുമ്പോൾ ഓർക്കുന്ന കാര്യമാണ്. വിവിധ സംഘടനകളിലൂടെയാണ് പലപ്പോഴും ഇടവകയുടെ ശുശ്രൂഷകളെല്ലാം ജനത്തിലേക്ക് എത്തുന്നതും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതും. ഒരു ദേശത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം, അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ, ഇതെല്ലാം ആ ജനത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഹൃദയമായിട്ട് ക്രിസ്തീയ ജീവിത ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാന്നിധ്യം, ക്രിസ്തീയ ചൈതന്യം നിറഞ്ഞു നിന്നിടത്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് ഇടയായിട്ടുണ്ട്. ഈ പ്രദേശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുന്നിൻ മുകളിലുള്ള ഈ കോട്ടയ്ക്കപ്പുറം ഇടവക വലിയ ചൈതന്യം തന്നെ ഈ നാടിന് മുഴുവൻ പകർന്നു കൊടുക്കുന്നുണ്ട്. ആനമല പള്ളി എന്നാണ് എല്ലാവരും ഇതിനെ അറിയപ്പെടുന്നത് തന്നെ. ആനമല സ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്ന പള്ളി ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് തന്നെ അമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ ഒന്നിച്ചു കൂട്ടി അവർ പരിശീലിക്കുന്ന വിശ്വാസത്തിലൂടെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ സഭയുടെ പാരമ്പര്യത്തോട് ചേർന്നുകൊണ്ട് തന്നെ നന്മയിലൂടെ തന്നെ ജനത്തെ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ കുടുംബങ്ങളിലേക്ക് വിശ്വാസ പരിശീലനം കൈമാറാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സംഘടനയാണ് മാതൃപിതൃവേദി സംഘടന എന്ന് പറയുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഈ അതിരമ്പുഴ ഫൊറോനയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു യൂണിറ്റ് തന്നെയാണ് മാതൃപിതൃവേദി കോട്ടയ്ക്കപ്പുറം യൂണിറ്റിന് ഉള്ളത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ യുവജനങ്ങളെ ഒന്ന് ചേർക്കുന്ന, വിശ്വാസപരമായിട്ട് ഒന്ന് ചേർക്കുകയും നാടിനും സമൂഹത്തിനുമൊക്കെ ഉപകാരപ്രദമായിട്ട് യുവത്വം മാറണം എന്നുള്ള ആശയത്തോടുകൂടെ തുടങ്ങിയതാണ് യുവദീപ്തി സംഘടന. അത് കാര്യക്ഷമമായിട്ട് തന്നെ നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിലാളികളെ സംഘടിപ്പിക്കാനുള്ള സംഘടനയാണ് KLM. വിവിധ യൂണിറ്റുകളായിട്ട് തിരിഞ്ഞ് വിവിധ സംഘങ്ങളായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവർ പല ഇടവകയിൽ മനോഹരമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. സഭയ്ക്കെതിരെയുള്ള തിന്മകളെ എതിർക്കാനും അതുപോലെ തന്നെ സമൂഹത്തിൽ നടമാടുന്ന തിന്മകളെ എതിർക്കാനും നന്മകളെ പ്രോത്സാഹിപ്പിക്കാനും എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്ന ഒരു സംഘടനയാണ് AKCC, അല്ലെ, കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന. അതിൻ്റെ ഒരു വിങ് നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഒരു വിശ്വാസപരമായിട്ടും അതുപോലെ തന്നെ ഇടവകയുടെ ഹൃദയസ്പന്ദനം എന്നറിയപ്പെടുന്നതാണ് ഒരു ഇടവകയുടെ സൺഡേ സ്കൂൾ. ആ സൺഡേ സ്കൂൾ ഏറ്റവും കാര്യക്ഷമമായിട്ടാണ് നമ്മുടെ കോട്ടയ്ക്കപ്പുറം ഇടവകയിൽ പ്രവർത്തിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഒരു വിധത്തിലുമുള്ള കോംപ്രമൈസിന് നമ്മൾ തയ്യാറാകുന്നില്ല. ഏറ്റവും ഫലപ്രദമായിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപക സമൂഹം ഇവിടെയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യാപക സമൂഹം ഇവിടെയുണ്ട്. വികാരിയച്ഛനോടും ഒക്കെ ചിറവയോടും മുഴുവൻ ചേർന്ന് നിന്നുകൊണ്ട് അവർ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. ഒരു സൺഡേ സ്കൂളിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് മിഷൻ ലീഗ് ഇവിടെ കാഴ്ചവെക്കുന്നത്. മിഷനറിമാരെന്നാണ് ചെറുപുഷ്പ മിഷൻ ലീഗിലെ അംഗങ്ങളെ നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ചൈതന്യത്തോടെ ഭാരതത്തിലെ വിശുദ്ധ അൽഫോൻസാമയുടെ ചൈതന്യത്തോടെ ഈശോയെ കൂടുതൽ അറിയിക്കാൻ ഓരോ പ്രവർത്തനങ്ങളും കുഞ്ഞു മിഷണറിമാർ ചെയ്യുന്നത് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ കോട്ടയ്ക്കപ്പുറം ഇടവകയിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്കും നമുക്ക് സംഘടനയുണ്ട്. സംഘടനയായിട്ടല്ല എന്നുണ്ടെങ്കിൽ തിരുബാല സഖ്യം എന്നാണ് പറയുന്നത്. തിരുബാല സഖ്യം
അവരേറ്റവും കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് വളർത്തണം. ദൈവത്തെ അറിഞ്ഞ് ചെറുപ്പം മുതലേ വളരാനായിട്ടുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുക്കുന്ന സംഘടനയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ അഞ്ജലി, കോട്ടയ്ക്കപ്പുറം സെൻറ് ആൻസ് കോൺവെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുക. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ CMC, കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ, 1866 കൂനമ്മാവിൽ വിശുദ്ധ ചാവർ പിതാവും ലിയോപോൾഡ് അച്ഛനും ചേർന്ന് സ്ഥാപിച്ച ആ സഭയുടെ അംഗങ്ങളാണ് ഞങ്ങൾ. ഇവിടെ കോട്ടയ്ക്കപ്പുറത്ത് സിസ്റ്റർ മരിയ തെരേസ പ്ലാത്തോട്ടം അമ്മ കൈനകരിയിൽ നിന്നും ഇവിടെ വന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കരുവേലച്ചൻ്റെ ആഹ്വാനം അനുസരിച്ച് ഇവിടെ വരികയും ഇവിടെ ഒരു കോൺവെന്റ് സ്ഥാപിക്കണമെന്നുള്ള അച്ഛൻ്റെ അതിയായ ആഗ്രഹത്തിൻ്റെ പേരിൽ സ്ഥാപനം സ്ഥാപിക്കുകയും ചെയ്തു. ആദ്യത്തെ നമ്മുടെ കോട്ടയ്ക്കപ്പുറത്തിൻ്റെ ഈ മഠത്തിൻ്റെ സംരംഭം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഇവിടെ ഒരു ചെറിയൊരു നേഴ്സറി സ്കൂള്, അതോടൊപ്പം തന്നെ ഒരു കോഴി ഫാം, പിന്നെ ഒരു തയ്യൽ കേന്ദ്രം, അങ്ങനെ അതൊക്കെയായിരുന്നു. അത് സിസ്റ്റർ ആൻഡ്രൂസ്, സിസ്റ്റർ ടെസീന, സിസ്റ്റർ സാനിറ്റ, സിസ്റ്റർ പ്രശാന്തി, സിസ്റ്റർ ആൻസിറ്റ് ആൻഡ് സിസ്റ്റർ ജോസ്മി, അങ്ങനെ 7 അംഗങ്ങളാണ് ഞങ്ങളിപ്പോൾ ഇവിടെയുള്ളത്. CMC സഭയുടെ കാരിസം എന്ന് പറയുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സമഗ്ര ഉന്നമനമാണ്. അതോടുകൂടി തന്നെ ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയും അതിൽ ഉന്നമിക്കുന്നത്. ഈ ഭവനത്തോട് ചേർന്ന് സെൻറ് ആൻസ് നേഴ്സറി സ്കൂള്, അതുപോലെ തന്നെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂള്, ഇങ്ങനെ 2 സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു. 1991 നമ്മുടെ മരിയ തെരേസ പ്ലാത്തോട്ടം അമ്മയുടെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചാണ് നമുക്കിവിടെ അനുഗ്രഹ സ്കൂളിൻ്റെ തുടക്കം കുറിക്കുക. അനുഗ്രഹ സ്കൂൾ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത് ബൗദ്ധികമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. അന്നത്തെ കാലത്ത് 1991 നമ്മുടെ ചങ്ങനാശ്ശേരി ആശാഭവനിൽ മാത്രമേ കോട്ടയം ജില്ലയിൽ അന്ന് സ്ഥാപനമുള്ളൂ. അവിടെ കുട്ടികൾ, ഈ കോട്ടയം ജില്ലയിൽ നിന്നും ഒത്തിരിയേറെ കുട്ടികൾ അവിടെ വന്നിരുന്നത് കൊണ്ട് ഈ ഭാഗത്തു നിന്നുമൊക്കെ കുട്ടികൾ വന്ന് ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ കോട്ടയ്ക്കപ്പുറത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ആവശ്യമായി വന്നു. അപ്പോൾ സിസ്റ്റർ എലൈറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സ്ഥാപനം അന്നിവിടെ സ്ഥാപിക്കുകയുണ്ടായി. ഇന്നിവിടെ അന്ന് 15 കുട്ടികളുമായിട്ട് സ്ഥാപിച്ച ഈ സ്ഥാപനത്തിൽ ഇന്നിപ്പോഴും 85-90ഓളം കുട്ടികൾ ഇവിടെ പഠനം നടത്തുന്നുണ്ട്. സ്പെഷ്യൽ സ്കൂള്, അതായത് ഓട്ടിസം, മെൻ്റൽ റിട്ടാർഡേഷൻ, ADHD തുടങ്ങിയ വൈകല്യങ്ങൾ, ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അവരെ പരിശീലിപ്പിക്കുവാനായിട്ട് 15ഓളം അധ്യാപക അനധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നേഴ്സറി സ്കൂളിൽ 15ഓളം കുട്ടികളുണ്ട്. അവിടെ സിസ്റ്റർ ജോസ്മിയും സിസ്റ്റർ മോനിഷ എന്നിവ അങ്ങനെ ഒരു അനധ്യാപികയും അവിടെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റർ പ്രശാന്തി, അവിടെ അസിസ്റ്റൻ്റായിട്ട് സിസ്റ്റർ ആൻസിറ്റും സേവനമനുഷ്ഠിക്കുന്നു. 1961 നമ്മുടെ ഈ സെൻറ് ആൻസ് കോൺവെന്റ് ഇവിടെ തുടങ്ങുന്ന സന്ദർഭം മുതൽ ഈ കോട്ടയ്ക്കപ്പുറം ഇടവകയിലെ അംഗങ്ങൾ ഒരു സ്വന്തം വീട്ടിലെ, ഒരു സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ പോലെ ഈ ചുറ്റുപാടുമുള്ളവരും ഈ ഇടവകയിലെ ആൾക്കാരുമൊക്കെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്തിരുന്നത്. അവർക്ക് അവരുടെ വീടുകളിലൊക്കെ പുതിയതായിട്ട് എന്തുണ്ടെങ്കിലും, അതായത് ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ മാങ്ങ, ചക്ക, തേങ്ങ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കോൺവെന്റിലെ സിസ്റ്റേഴ്സുമായിട്ട് ഷെയർ ചെയ്യുകയും സിസ്റ്റേഴ്സിനോട് വളരെ സ്വന്തം സഹോദരങ്ങൾ എന്ന രീതിയിലൊക്കെയാണ് ഇവിടുത്തെ ഇടവകക്കാർ ഞങ്ങളോട് ഇന്ന് വരെ ഇടപെട്ടിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പേര് കുര്യൻ വട്ടമല. ഞാൻ ഈ ദേവാലയത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് 10 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഞാൻ വിശുദ്ധ യൂദാസ്ലീഹായുടെ മധ്യസ്ഥതയിലും വിശുദ്ധ മത്തായി സ്ലീഹായുടെ മധ്യസ്ഥതയിലും വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ മധ്യസ്ഥതയിലും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു കുട്ടിയെ ലഭിക്കുകയുണ്ടായി. എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ, എൻ്റെ പ്രത്യാശയാണ് എനിക്കത് കിട്ടുവാനായിട്ട് കാരണമായത്. വിശുദ്ധ യൂദാസ്ലീഹായുടെയും വിശുദ്ധ മത്തായി സ്ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെയും അനുഗ്രഹത്താൽ എനിക്കൊരു ആൺകുട്ടിയെ ലഭിക്കുകയുണ്ടായി. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ കാരണമായത് ഈ ദേവാലയമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് പേര് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. 9 വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടുത്തെ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ഏത് കാര്യവും, അസാധ്യമെന്ന ഏത് കാര്യവും സാധിച്ചു കിട്ടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. അതാണ് എന്നെ ശരിക്കും വിശ്വാസത്തിലേക്ക് വളർത്തിയത്. എനിക്ക് മറ്റുള്ളവരോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. നമുക്ക് എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായാലും ഇവിടെ 9 വെള്ളിയാഴ്ച വന്ന് വിശുദ്ധ യൂദാസ്ലീഹയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക, നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ്. എൻ്റെ പേര് റജി തോമസ്, ഈ ഇടവക്കാരനാണ്. ഞാൻ 2013 മെയ് 1 ദേവാലയ ശുശ്രൂഷയായിട്ട് ചാർജ് എടുക്കുന്നത്. ഇപ്പം ഈ വർഷം 2025 മെയ് 1 12 വർഷം തികയും. അതിനു മുമ്പ് ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. സൺഡേ സ്കൂൾ ദേവാലയ ശുശ്രൂഷ ആയപ്പോഴും കുറേ കാലം സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് തന്നെയാണ് നിന്നത്. പിന്നെ തിരക്ക് കാരണം പറ്റത്തില്ലാതെ വന്നു. ഇതുവരെ ചെയ്ത് ഈ ശുശ്രൂഷയിൽ എനിക്കിതുവരെ അനുഗ്രഹങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വരുന്ന വൈദികരുടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല അനുഭവങ്ങളാണ്. ഇനി എൻ്റെ പ്രതീക്ഷ, ഞാൻ ആയുസ്സുള്ള കാലത്തോളം മരണം വരെ ഈ ശുശ്രൂഷ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതുവരെ അനുഗ്രഹങ്ങളും ദൈവകൃപകളും മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എനിക്കും എൻ്റെ കുടുംബത്തിലും ഭാര്യയും മകനുണ്ട്. മകൻ പഠിക്കുകയാണ്. ഇതുവരെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. മത്തായിയുടെ നാമത്തിലെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പലരും വന്ന് നമ്മളോട് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ആദ്യകാലത്തെ ഒരു തീർത്ഥാടന, യൂദാസ്ലീഹായുടെ തീർത്ഥാടന കേന്ദ്രമാണ്. ഇതിൻ്റെ ഒരു കുരിശുപള്ളിയുണ്ട്. ധാരാളം ആളുകൾ വന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു ചാപ്പലാണ് ഈ യൂദാസ്ലീഹയുടെ നാമത്തിലുള്ളത്. അപ്പോൾ ഈ 2 ദേവാലയങ്ങളിലും ധാരാളം ആൾക്കാർ വരാറുണ്ട്. വന്ന് അനുഗ്രഹങ്ങൾ കിട്ടുന്നവർ പറയാറുണ്ട്, അവർ സാക്ഷ്യപ്പെടുത്താറുണ്ട്. നമ്മളായിട്ട് വന്ന ഓരോ കാര്യങ്ങൾ വന്ന് ഷെയർ ചെയ്യാറുണ്ട്, അവർ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഇടവകയിലേക്ക് വരുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും അതിൻ്റെ വിശ്വാസം പരിശീലിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ മംഗളങ്ങളും എല്ലാ ഭാവുകങ്ങളും ജിൽ മീഡിയയ്ക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർക്കും ഒക്കെ നേർന്നുകൊണ്ടെന്ന് നിർത്തുന്നു. നന്ദി. ക്രൈസ്തവ, ഹൈന്ദവ, മുസ്ലിം സഹോദരങ്ങളുടെ ആരാധനാലയങ്ങളും അവരുടെ വിശ്വാസങ്ങളുമാണ് ഈ പരമ്പരയിൽ കാണാൻ സാധിക്കുക. ഈ പരമ്പര തുടർന്നു കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ പ്രോത്സാഹനവും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റുകളായി ഇടാനും മറക്കരുത്. അടുത്തയാഴ്ച മറ്റൊരു ദേശത്തെ ആരാധനാലയവും അവരുടെ വിശ്വാസവുമായി വീണ്ടും കാണാം. ബൈ.